കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതമിനായി 10ാം ദിനവും തെരച്ചിൽ തുടരുന്നു. കൊച്ചിയിൽ നിന്ന് എത്തിയ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ തെരച്ചിൽ തുടരുകയാണ്. ബോട്ട് അപകടത്തിൽപ്പെട്ട സ്ഥലത്താണ് നേവിയുടെ പരിശോധന. ആന്റണി ജിസ്റ്റോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഗൗതമിനെ കാണാതായിട്ട് ഇന്ന് 10ാം ദിനമാണ്. 10ാം ദിനത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. നാവികസേന അടക്കം തെരച്ചിലിനായുണ്ട്. ഏത് രീതിയിലാണ് പരിശോധന അടക്കം പുരോഗമിക്കുന്നത്? തീർച്ചയായും രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേവിയുടെ തെരച്ചിൽ തന്നെയാണ്. മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. രാവിലെ തന്നെ നേവിയുടെ സംഘം ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. അതായത് പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത് ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട ആ പ്രദേശത്താണ്. ആ ഭാഗത്തിനോട് ചേർന്ന് അവിടെ ഇറങ്ങി മുങ്ങി തപ്പുകയാണിപ്പോൾ നേവി പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് സമീപത്തുള്ള കല്ല് അടക്കമുള്ള മേഖലകളുണ്ട്. അതിൻ്റെ അടിയിലേക്കൊക്കെ പോയി അവിടെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഏതായാലും കുടുംബത്തിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരെ, നേവിയുടെ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കൊല്ലത്ത് എത്തിയത്. പ്രത്യേക നേവിയുടെ കപ്പലിലാണ് അവർ എത്തിയിട്ടുള്ളത്. ഏതായാലും ആ സംഘമാണ് ആ ഭാഗത്ത്, അതായത് ഈ ബോട്ട് മുങ്ങിയത് ഏതാണ്ട് തീരത്ത് നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ഈ പ്രദേശം ഒരു വിശദമായ പരിശോധനയാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. ഏതായാലും ഇന്ന് ഈ തെരച്ചിലിൽ നേവിയുടെ പരിശോധനയിൽ ഒരു ഗുണമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇവർക്കൊപ്പം ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളെ 2 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുടുംബം അടക്കം ആവശ്യപ്പെട്ടിരുന്നു മത്സ്യത്തൊഴിലാളികളെയും ഈ തെരച്ചിലിൻ്റെ ഭാഗം ആക്കണമെന്നുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് ഈ പ്രദേശം നന്നായി അറിയുകയും ചെയ്യും. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നേവി തുടരുകയാണ്. സമാന്തരമായി കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റും പരിശോധന നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കല്ല് അടക്കം, ഈ പുലിമുട്ടടക്കമുള്ള ആ ഭാഗത്ത് കല്ലുകൾക്കിടയിലാണ് പരിശോധന ഡ്രോൺ ഉപയോഗിച്ച് നടക്കുന്നത്. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കണ്ടെത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10ാമത്തെ ദിവസമാണ് ഗൗതമിനെ കാണാതായിട്ട്. കഴിഞ്ഞ ദിവസം ഈ അമ്മ രേഷ്മ പ്രതിഷേധിച്ചതിന് ശേഷമാണ് ഈ തെരച്ചിലൊക്കെ ഊർജിതമാക്കിയത്. അതായത് 8ാം ദിനത്തിൽ മാത്രമാണ് തെരച്ചിൽ എന്ന നിലയിൽ അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ഇന്നലെയാണ് അത് കൂടുതൽ ശക്തമാകുന്നൊരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളത്. ഏതായാലും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഗൗതമിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.